ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ. ഗ്രാമർ പോർഷനിലെ കുറച്ച് ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസിൽ നിന്നാണ് തുടങ്ങുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, കാണാലോ. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തരുൺ വാസ് അപ്പോയിൻറ്റഡ് ആസ് ഡാഷ് LD ക്ലർക്ക്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പോസ് ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ഞാൻ പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തതിന് ഓപ്ഷൻ സി ആണ് വരിക, ആൻ ആണ് വരിക. ആൻ എന്നാണ്. തരുൺ വാസ് അപ്പോയിൻറ്റഡ് ആസ് ആൻ LD ക്ലർക്ക് എന്നാണ് പറയുക. അതായത് നമ്മൾ അബ്രിവിയേഷൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പേ നമുക്ക് ആൻ ഉപയോഗിക്കാം. എപ്പോൾ വവ്വൽ സൗണ്ടാണ് ബിഗിനിങ്ങിലുള്ളത് എങ്കിൽ, അതായത് എൽ എന്നല്ലേ വരുന്നത്. എൽ എഴുതുന്നത് ഇങ്ങനെയല്ലേ, എൽ എന്നല്ലേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, വവ്വൽ സൗണ്ട് അല്ലേ വരുന്നത്. അപ്പോൾ ബിഗിനിങ്ങിൽ വവ്വൽ സൗണ്ട് ആയതുകൊണ്ട് ഈ അബ്രിവിയേഷൻ്റെ മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ആൻ എന്ന് ഉപയോഗിക്കാം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇംഗ്ലീഷ് നമ്മൾ അങ്ങനെ അധികം എടുക്കാറില്ല. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഓക്കെ, രണ്ടാമത്തേത്, The cabinet took dash unanimous decision. ഏത് വരും? ഇവിടെ നമ്മൾ യു എന്ന് കണ്ടിട്ട് എഴുതരുതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പ്രൊനൗൺസ് ചെയ്യുന്നത് വവ്വൽ സൗണ്ട് ആണോ മറ്റേതാണോ എന്ന് നോക്കിയിട്ട്, കൺസോണൻ്റ് സൗണ്ട് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം എ ആണോ ആൻ ആണോ വരിക? എ ആണ് വരിക. അതുകൊണ്ട് രണ്ടാമത്തത് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ വവ്വൽ സൗണ്ട് ആയിരുന്നെങ്കിൽ ആൻ വന്നേനെ, അതറിയാലോ. വവ്വൽ സൗണ്ട് ആണെങ്കിൽ ആനും, കൺസോണൻ്റൽ സൗണ്ട് ആണെങ്കിൽ എയുമാണ് വരിക. അത്രയേ ഉള്ളൂ ഇവിടുത്തെ റൂള്. അടുത്തത് മൂന്നാമത്തത്, ദാറ്റ്സ് ഡാഷ് ചീപ്പസ്റ്റ് ബാഗ് ഐ ഹാവ് എവർ സീൻ. ഇവിടെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ആരാണ്? ചീപ്പസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചീപ്പസ്റ്റ് എന്താണ്? ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അപ്പം നമ്മൾ ഏത് ഉപയോഗിക്കും? ഏതാണ്? ദായാണ് ഉപയോഗിക്കാം. 3 ഓപ്ഷൻ ഡി ആണ് വരിക. ദ ഈസ് യൂസ്ഡ് ബിഫോർ അഡ്ജക്റ്റീവ്സ് ഇൻ ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, അതുകൊണ്ട് ദ വരുന്നു. ദാറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ബാഗ് ഐ ഹാവ് എവർ സീൻ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, മൈ ഡോട്ടർ ഈസ് പ്ലേയിങ് ഡാഷ് വീണ. അപ്പോൾ ഇവിടെ എന്താ നോക്കേണ്ടത്? വീണ. എന്താ പ്രത്യേകത? വീണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദ നമ്മൾ ഉപയോഗിക്കുന്നു. മൈ ഡോട്ടർ ഈസ് പ്ലേയിങ് ദി വീണ. ഓക്കെ, അതുകൊണ്ട് 4 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദർ ഈസ് ഡാഷ് ഹവർലി ട്രെയിൻ ഫ്രം കൊച്ചി ടു തൃശ്ശൂർ. അപ്പോൾ ഇവിടെ ആരെയാണ് നോക്കേണ്ടത്? ഹവർലി എന്ന് പറയുമ്പം എച്ച് അവിടെ എന്താണ്? സൈലൻ്റ് ആണ്. എച്ച് സൈലൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണല്ലോ. ഹവർ, അല്ല അവർ, ഓണസ്റ്റ്, ഓണസ്റ്റ് മാൻ, ഓണറബിൾ, അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എച്ച് സൈലൻ്റ് ആണ്. അതുകൊണ്ട് ഏതാണ്? പ്രൊനൗൺസ് ചെയ്യുമ്പം വവ്വൽ സൗണ്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ദർ ഇസ് ആൻ അവർലി ട്രെയിൻ ഫ്രം കൊച്ചി ടു തൃശ്ശൂർ. മനസ്സിലായല്ലോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഷീ കെപ്റ്റ് ഹെർ ബാംഗിൾസ് ഇൻ ഡാഷ് ബോക്സ് മെയ്ഡ് ഓഫ് ഡാഷ് ടീക്ക്. അപ്പോൾ 2 ഡാഷുകളുണ്ട്, അതുകൊണ്ട് 2 ആളുകളെ നമുക്ക് വേണം. ഷീ കെപ്റ്റ് ഹെർ ബാംഗിൾസ് ഇൻ എ ബോക്സ്. ഇൻ എ ബോക്സ് എന്ന് പറയാം. മെയ്ഡ് ഓഫ്, നോ ആർട്ടിക്കിൾ ആട്ടോ, മെയ്ഡ് ഓഫ് ടീക്ക്, അത്രയും മതി. അതുകൊണ്ട് ഏത് വരും? RB ആണ് വരുന്നത്. എയും നോ ആർട്ടിക്കിളുമാണ് വരുന്നത്. ഷീ കെപ്റ്റ് ഹെർ ബാംഗിൾസ് ഇൻ എ ബോക്സ് മെയ്ഡ് ഓഫ് ടീക്ക്, അത്രയും മതി. അപ്പോൾ ആറാമത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. എയും നോ ആർട്ടിക്കിളും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ജാനകി ഈസ് ഡാഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അറ്റ് ഡാഷ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഈയിലാണ് തുടങ്ങുന്നതെങ്കിലും കൺസണൻ്റൽ സൗണ്ട് ആണല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അറിയാം ആൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ നേരിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ അറിയാം? എ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ദാ എ വരുന്നത് ഇതുണ്ട്. ഇനി നമുക്ക് ഇവിടെ എ ആണോ, അല്ല ഇവിടെ ഏതാ വരേണ്ടതെന്ന് നോക്കണം. ജാനകി ഈസ് എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അറ്റ് എ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് 7 ഏത് വരും?
ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദർ വാസ് ഡാഷ് ആക്സിഡൻറ്റ് ബിഫോർ ഡാഷ് യൂണിയൻ ബാങ്ക്. ഓക്കെ, അപ്പോൾ ദർ വാസ് ആക്സിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് വരേണ്ടത്? ആൻ ആണ് വരേണ്ടത്. ആൻ വരുന്ന എയും ബിയും ഉള്ളൂ. ഇത് രണ്ടും ഞാൻ ലാസ്റ്റിലുണ്ട് അല്ലേ. അപ്പം ആൻ വരുന്നത് ഇത്. ഓപ്ഷൻ സിയിൽ ആൻ ഇല്ല. അപ്പം ഞാൻ അത് കട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ എന്ത് നോക്കണം? ഇവിടെ ആൻ ഇട്ട് കഴിഞ്ഞു. ഇനി അത് നോക്കണ്ട. ബിഫോർ ഡാഷ് യൂണിയൻ ബാങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാങ്കുകളുടെയൊക്കെ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ദാ ഉപയോഗിക്കുന്നു. അപ്പം ആനും ദായും വരുന്നു. ഇവിടെ ദായാണ് വരുന്നത്. ദർ വാസ് ആൻ ആക്സിഡൻറ്റ് ബിഫോർ ദി യൂണിയൻ ബാങ്ക് എന്നാണ് വേണ്ടത്. അതെവിടെ നമ്മുടെ ഓപ്ഷനിൽ ആനും ദായും വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ദർ വാസ് ആൻ ആക്സിഡൻറ്റ് ബിഫോർ ദി യൂണിയൻ ബാങ്ക്. അതുകൊണ്ട് 8 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഒൻപതാമത്തത്, ഡാഷ് ലാർജ് നമ്പർ ഓഫ് മെൻ വെർ ഗാദേർഡ് ഔട്ട്സൈഡ് ഡാഷ് യൂണിയൻ ഓഫീസ്. കോഫി എന്നാണ് വായിക്കുന്നത്. യൂണിയൻ ഓഫീസ് ഏതാണ് വരിക? എ ലാർജ് നമ്പർ ഓഫ് മെൻ വെർ ഗാദേർഡ് ഔട്ട്സൈഡ് ദ യൂണിയൻ ഓഫീസ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? എ ലാർജ് നമ്പർ ഓഫ് എന്നാണ് നമ്മൾ പറയുക. എ എന്നാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത്. എ ലാർജ് നമ്പർ ഓഫ്. അപ്പോൾ എ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എ ബിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്താം. എ ലാർജ് നമ്പർ ഓഫ് മെൻ വെർ ഗാദേർഡ് ഔട്ട്സൈഡ് ദി യൂണിയൻ ഓഫീസ്. ഓക്കെ, ഒൻപതാമത്തത് ഓപ്ഷൻ ബി ആണ്. ഇനി 10 ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യൻസേ ആർട്ടിക്കിൾസ് നിന്ന് ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഐ യൂസ്ഡ് ടു റീഡ് ഡാഷ് ഭഗവത്ഗീത when I was in dash United Kingdom. I used to read. ഭഗവത്ഗീതേൻ്റെ മുന്നിൽ എന്ത് വേണം? ദാ വേണം. ദാ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഐ യൂസ്ഡ് ടു റീഡ് ദി ഭഗവത്ഗീത വെൻ ഐ വാസ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, അപ്പോൾ ബാങ്കുകളുടെ മുന്നിലും അതേപോലെ സ്മോളർ യൂണിറ്റ്സ് ചേർന്നിട്ടുള്ള കൺട്രീസ്, യുണൈറ്റഡ് കിങ്ഡം അങ്ങനെയാണല്ലോ, അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ എന്തുപയോഗിക്കും? ദാ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 10 എ ആണ് വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, ദ എന്നായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ആൻഡ് ദ. എ ഉണ്ട് ആൻഡ് ദ ഉണ്ട്. ഇതാണ് 3 ആർട്ടിക്കിൾസ്. എയും ആനും എങ്ങനെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കറിയാം. ഇനി ദ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അതേപോലെ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അതും കൂടി പറയാനുള്ളൊരു സമയം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ് നമ്മൾ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ശരി, പഠിച്ചവർക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഇംഗ്ലീഷ് മാത്സ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ശരി, ക്വസ്റ്റ്യൻസ് കാണാമല്ലോ. ഓക്കെ, സെറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ 3 റൂംസ് ഡാഷ് ഐഡിയൽ ഫോർ ദ റിഹേഴ്സൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ വൺ ഓഫ് ദ 3 റൂംസ് എന്നുള്ള ആ ഒരു ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. വൺ ഓഫ് ദ എന്ന് വന്നിട്ടുണ്ട്. എന്നിട്ടൊരു എന്തും തന്നിട്ടുണ്ട്? ഒരു പ്ലൂറൽ നൗണും തന്നിട്ടുണ്ട്. 3 റൂംസ് പ്ലൂറൽ നൗൺ ആണല്ലോ. അപ്പം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇനി വൺ ഓഫ് ദ പ്ലസ് ഒരു പ്ലൂറൽ നൗൺ ആണ് വന്നത് എങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിംഗുലർ വെർബ് ഉപയോഗിക്കാം. അപ്പോൾ സിംഗുലർ വെർബ് ഇതിൽ ഏതേ ഉള്ളൂ? സീംസും ഉണ്ട്. ഇതിലേത് ഉപയോഗിക്കും നിങ്ങൾ? സീംസ് ആണോ ഉപയോഗിക്കുക? സീം ആണോ ഉപയോഗിക്കുക? സീംസ് എന്നുള്ളതാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തത് ഓപ്ഷൻ ബി ആണ് വരിക. വൺ ഓഫ് ദ 3 റൂംസ് സീംസ് ഐഡിയൽ ഫോർ ദ റിഹേഴ്സൽ. അപ്പോൾ നമ്മളിവിടെ എന്താ പഠിച്ചത്? വൺ ഓഫ് എഴുതാൻ കഴിയുമോ നോക്കട്ടെ. വൺ ഓഫ് പ്ലസ് ഒരു പ്ലൂറൽ നൗണ് പ്ലസ് എന്താണ് വരിക? ഒരു സിംഗുലർ വെർബ്. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗണ് പ്ലസ് ഒരു സിംഗുലർ വെർബാണ് വരേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 50 minutes ഡാഷ് മോർ ദാൻ ഇനഫ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. 50 minutes. അപ്പോൾ എന്ത് മനസ്സിലാക്കാം?
ടൈം, അതേപോലെ ഇവിടെ ഒരു ടൈമാണ് തന്നത് 50 മിനിറ്റ്സ്. അപ്പോൾ എസ്സിൽ അവസാനിക്കുമ്പോൾ പ്ലൂറൽ പോലെ തോന്നും, പക്ഷെ എന്താണ്, പ്ലൂറൽ അല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ്, ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ്, ഇതൊക്കെ എന്താണ്, സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏതാ എടുക്കുള്ളൂ, സിംഗുലർ വെർബേ എടുക്കുള്ളൂ. ഇവിടെ സമയം തന്നിരിക്കുന്നത് മിനിറ്റ്സ് എന്നുള്ളത് എന്താണ്, സിംഗുലർ നൗണാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വാക്കുകളാണ് ഈ എമൗണ്ട് ഓഫ് മണി, അതേപോലെ ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിംഗുലർ ആയിട്ടാണ്. അപ്പം നമ്മൾ എന്ത് തന്നെ എടുക്കുള്ളൂ, സിംഗുലർ വെർബേ എടുക്കുള്ളൂ. അങ്ങനെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബ് ഏതാണ് വരുന്നത്, സിംഗുലർ വെർബ് വരുന്നത് ഇവിടെ ഇത് രണ്ടും പോയി, ഈസും ഉണ്ട് ക്യാൻ ബി ഉണ്ട്. ഏതാ വരുള്ളൂ, ഈസാണ് വരുള്ളൂ. 50 മിനിറ്റ്സ് ഈസ് മോർ ദാൻ ഇനഫ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡ്രസ് ആസ് വെൽ ആസ് ദ ബാംഗിൾസ് ഡാഷ് ₹50,000. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് ആരാണ്, ആസ് വെൽ ആസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് വരിക, രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, സോറി ആൻഡ് അല്ലല്ലോ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലാണ്, ആസ് വെൽ ആസ് ആണല്ലേ. അപ്പം ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, പിന്നെ അതേപോലെ ബിസൈഡ്സ് ഇൻ അഡീഷൻ ടു, എക്സെപ്റ്റ്, റാദർ ദാൻ, അക്കമ്പനീഡ് ബൈ, ലൈക്ക്, അൺലൈക്ക്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. നത്തിങ് ബട്ട്, ഇതൊക്കെ ഒരു റൂളാണ്. ഇതിന് ശേഷം വെർബ് എന്താണ് എഗ്രി ചെയ്യുള്ളൂ, ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ വെർബ് തീരുമാനിക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഇത് പഠിച്ചു വെക്കുക. ആസ് വെൽ ആസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്കിൽ എന്തിനെ, രണ്ട് സബ്ജക്റ്റിനെ നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആരാണ്, ദ ഡ്രസ്സാണ്. ദ ഡ്രസ്സ് ഇവിടെ എന്താണ്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, സിംഗുലർ ആണല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കുക, ബാംഗിൾസ് ഇവിടെ പ്ലൂറലാണ്. അത് നോക്കി നമ്മൾ ആൻസർ ചെയ്യാൻ പോയാൽ ആൻസർ തെറ്റിപ്പോവും, നമ്മൾ ഒരു മാർക്ക് പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആസ് വെൽ ആസ്, അതേപോലെ ടുഗദർ വിത്ത്, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു, അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. അതിന് ശേഷം അത് വെച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കിയിട്ട് വെർബ് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആരെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, കോസ്റ്റ്സ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. മൂന്നാമത്തേത് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ ഡാഷ് അസ് ഡൾ. ഓക്കെ, ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ ഡാഷ് അസ് ഡൾ. ഈ സംഭവം എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലാക്കുക, നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്ന സമയത്ത്, ആൻഡ് ഉപയോഗിക്കുമ്പം രണ്ട് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വെർബ്, പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. ഓക്കെ, രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുപയോഗിക്കാം, പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. പക്ഷേ ഈ ആൻഡ് കൊണ്ട് രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിച്ചിട്ട് അതൊരു കോമ്പിനേഷനെ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അതായത് ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എക്സാമ്പിൾ പറഞ്ഞാൽ ഏതാ മനസ്സിലാവുക, കോമ്പിനേഷൻ ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ പറയില്ലേ, അവിടെ ഒരു കോമ്പിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഏതാ എടുക്കുക, സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ഐഡിയനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെർബ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പോവട്ടെ, നമുക്കിവിടെ മേക്കും ഉണ്ട് മേക്സും ഉണ്ട്. ഇതിലേതാണ് സിംഗുലർ, മേക്സ് അല്ലേ, മനസ്സിലായോ? അതുകൊണ്ട് ഓപ്ഷൻ ഡി മേക്സ് ആണ് ഇവിടെ വരുന്നത്, മേക്സ് ആണ് വരിക. ഓപ്ഷൻ ഡി, ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് അസ് ഡൺ. ഓക്കെ, അപ്പോൾ ആൻഡ് ഉപയോഗിക്കുന്ന സംഭവം മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുക, പക്ഷേ അത് രണ്ടും കൂടി എന്താണ്,
ഒരു സിംഗിൾ ഐഡിയ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കാണുന്നതെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കും. ഇനി വേറൊരു കേസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നൗണുകളെ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പം അവ ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ, അതായത് ദ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ് എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ രണ്ടും ഒരാളാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? സിംഗുലർ വെർബ് ഉപയോഗിക്കും. അതേസമയം ദ നോവലിസ്റ്റ് ആൻഡ് ദി പോയറ്റ് എന്നാണ് ഞാൻ പറയുന്നതെങ്കിലോ രണ്ടും രണ്ടാളാണ്. അപ്പോൾ അവിടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കും. ഞാൻ ഒന്നും കൂടി പറയാം. ആൻഡ് ഉപയോഗിക്കുന്ന സന്ദർഭം തന്നെയാണ്, ശ്രദ്ധിക്കുക. രണ്ട് നൗണുകളെ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പം രണ്ടും രണ്ട് വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ രണ്ടാളുകളാണല്ലോ. അതെങ്ങനെ മനസ്സിലാക്കും? ദ നോവലിസ്റ്റ് ആൻഡ് ദി പോയറ്റ്, രണ്ടിൻ്റെ മുന്നിലും എന്ത് വന്നിട്ടുണ്ട്? ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്ന സന്ദർഭമാണെങ്കിൽ രണ്ടിൻ്റെ മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് വരും. ഓക്കെ, ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം രണ്ടും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ പ്ലൂറൽ നൗൺ ഉപയോഗിക്കുന്നു. അതേസമയം ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പം രണ്ടും ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അവിടെ സിംഗുലർ വെർബ്. അത് എക്സാമ്പിൾ ഞാൻ എന്താ പറഞ്ഞത്? ദ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്, നോവലിസ്റ്റും പോയറ്റും ഒരാൾ തന്നെയാണ്. അപ്പോൾ അവിടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അടുത്തത് ശ്രദ്ധിക്കൂ, അഞ്ചാമത്തത് നെയ്തർ അരുൺ ഓർ വരുൺ ഡാഷ് കറക്റ്റ്. അപ്പോൾ ഇവിടെ നെയ്തർ ഓർ ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ എന്താണ് പഠിക്കേണ്ടത്? നെയ്തർ, നോറ്, എയ്തർ ഓറ്, നോറ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ രണ്ടോ അതിലധികമോ സിംഗുലർ സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതെന്താണ് എടുക്കുക? സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. നെയ്തർ അരുൺ നോർ എന്നല്ലേ വരിക? ഓർ വരുമോ? അല്ലേ, നിങ്ങളൊന്ന് പറയൂ. നെയ്തർ ഓർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എയ്തർ ഓറാണ് കണ്ടിട്ടുള്ളത്. എയ്തർ ഓറും അതേപോലെ തന്നെ എന്തും നെയ്തർ നോറുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണേ. രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ നെയ്തർ നോറ് അല്ലെങ്കിൽ എയ്തർ ഓറ്, അതേപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ, അല്ലെങ്കിൽ നോറ് ഓറ്, ഏതൊക്കെയാണ് ഇവിടെ എഴുതാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാനൊന്ന് എഴുതി നോക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ. നെയ്തർ നോറ്, അതേപോലെ എയ്തർ ഓറ്, പിന്നെ ഏതാ ഞാൻ പറഞ്ഞത്? നോട്ട് ഓൺലി ബട്ട് ആൾസോ, അതേപോലെ തന്നെ നോറ് അല്ലെങ്കിൽ ഓറ്. ഓക്കെ, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെർബ് എങ്ങനെ നമ്മൾ എടുക്കും? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയിട്ടെടുക്കും. അപ്പോൾ ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് ആരാണ്? വരുണാണ്. വരുൺ സിംഗുലർ നൗണാണ്. അപ്പം എൻ്റെ ആൻസർ സിംഗുലർ വെർബാണ് ഞാൻ എടുക്കേണ്ടത്. ആറ് വേറൊക്കെ പോയി, ഈസാണ് വരിക. ഓപ്ഷൻ സി, 5C ആണ് വരിക. നെയ്തർ അരുൺ ഓർ നോർ വരുൺ ഈസ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒരു റൂൾ എന്താ പഠിച്ചത്? ആസ് വെൽ ആസ്, എലോങ് വിത്ത്, പിന്നെ ഇൻ അഡീഷൻ ടു, അങ്ങനെ ആസ് വെൽ ആസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അത് വെച്ചാണ് ഞാൻ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്നത് എങ്കിൽ ആരെ കൂടെയാണ് വെർബ് നോക്കേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റ്, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂരലോ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് സബ്ജക്റ്റിനെ മാത്രം നോക്കിയാൽ മതി. അതേസമയം നെയ്തർ നോർ എയ്തർ ഓർ ഒക്കെയാണ് വരുന്നതെങ്കിലോ സെക്കൻഡ് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ആൻസറിൽ എത്താൻ പറ്റും. ഇനി അടുത്ത ഒരു റൂളാണ് ഈച്ച് ഓഫ് ദി ഗേൾസ് ഡാഷ് ഡ്രസ്ഡ് മോഡസ്റ്റ്ലി എന്നാണ് പറയുന്നത്. ഈച്ച് ഓഫ് ദി ഗേൾസ് ഡാഷ് ഡ്രസ്ഡ് മോഡസ്റ്റ്ലി. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? ഈച്ചാണ്. ഈച്ച് ഓഫ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരു ഈച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് പ്ലൂരൽ നൗൺ ആണല്ലോ, ഗേൾസ് ആണല്ലോ വന്നത്. ആ ഗേൾസിനെ നോക്കി നമ്മൾ ആൻസർ ചെയ്യാൻ പോയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ഇവിടെ സിംഗുലർ വെർബാണ് നമ്മൾ എടുക്കുക. ഈച്ച്, എയ്തർ, എവ്രി വൺ, നെയ്തർ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എടുക്കുക? സിംഗുലർ വെർബാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗുലർ വെർബ് ആരാ ഉള്ളത്? ഹാവ് പോയി,
വേറെ പോയി 6 പോയി, നേരെ എങ്ങോട്ടെത്തി? നമ്മുടെ ആൻസറിലേക്ക് എത്തി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 6B ആണ് വരുന്നത്. ഏതൊക്കെയാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈച്ച് ഓഫ് അവിടെയുണ്ട്, പിന്നെ എവ്രി വൺ ഓഫ്, എന്താണ് എവ്രി വൺ ഓഫ്, അതേപോലെ എയ്തർ ഓഫ്, എല്ലാം കൂടി എഴുതാനൊരു സമയമില്ല കേട്ടോ. എയ്തർ ഓഫ്, അതേപോലെ നെയ്തർ ഓഫ്, വൺ ഓഫ്, ഇതൊക്കെ എന്താണ്? സിംഗുലർ വെർബാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ടൊരു പ്ലൂറൽ നൗണ് വന്നാൽ പോലും നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതുള്ളൂ? സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, വൺ ഓഫ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വെർബ് സിംഗുലറിലായിരിക്കണം. എന്ത് തന്നെയാണെങ്കിലും നൗണ് പ്ലൂറൽ ആണെങ്കിൽ പോലും. ഓക്കെ ആണോ? 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് പെയർ ഓഫ് ഷൂസ് ഡാഷ് വെരി എക്സ്പെൻസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം? ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പെയേഴ്സായിട്ട് ഉണ്ടാവുന്ന കുറച്ച് നൗണുകളില്ലേ? ഇപ്പം ഷൂസ് അങ്ങനെയാണ്. അതെന്താണ് ആക്ച്വലി? പ്ലൂറൽ വെർബാണ് ആക്ച്വലി നമ്മൾ എടുക്കേണ്ടത്. ഏതിനൊക്കെ? ഷൂസ്. അതേപോലെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സോക്സ് പറയാം, പിന്നെ ബൈനോക്കുലേഴ്സ് പറയാം, അതേപോലെ സിസേഴ്സ് പറയാം, ഷോർട്സ് പറയാം, ഗ്ലൗസ് പറയാം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ? സ്പെക്ടക്കിൾസ് പറയാം. അതായത് 2 ഭാഗങ്ങളുണ്ടാവും ഇതിനൊക്കെ അല്ലേ? എന്നാൽ അവ ആക്ച്വലി സിംഗുലർ ആണെങ്കിലും ഇങ്ങനെ 2 ഭാഗങ്ങളുള്ള ഇതിനെയൊക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ പ്ലൂറൽ വെർബാണ് ആക്ച്വലി വരേണ്ടിയിരുന്നത്. പക്ഷേ മനസ്സിലാക്കുക, ഇതിൻ്റെയൊക്കെ മുന്നിൽ എ പെയർ ഓഫ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നൽകണം? സിംഗുലർ വെർബ് നൽകണം. മനസ്സിലായോ? ഈ ഷൂസ്, സോക്സ്, ബൈനോക്കുലേഴ്സ്, സ്പെക്ടക്കിൾസ് ഒക്കെ എന്താണ്? അതിൻ്റെ കൂടെയൊക്കെ ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടത് പ്ലൂറൽ വെർബ് ആണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പൈജാമാസ്, ട്രൗസേഴ്സ്, ഓക്കെ, ഷോർട്സ്, ഗോഗിൾസ്, ബ്രേസസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ ആക്ച്വലി പ്ലൂറൽ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ അവിടെ മാറ്റം എന്താണ്? ദാറ്റ് പെയർ ഓഫ് എന്ന് കൊടുത്തു. എ പെയർ ഓഫ് എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്താൽ അത് സിംഗുലർ ആവുകയും അതിന് സിംഗുലർ വെർബ് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പം ഇതൊക്കെ പോയി ഒറ്റയടിക്ക് നമ്മുടെ ആൻസർ എവിടെ എത്തി? ഈസിലെത്തി. അതുകൊണ്ട് 7 ഓപ്ഷൻ ഡി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. 8ാമത്തെ, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഇതിൽ ഓക്കെ ആവട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. 8ാമത്തേത്, ഡയബറ്റീസ് ഡാഷ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റീസ്, ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചില ഡിസീസസ് ഉണ്ട് എസ്സിലായിരിക്കും എൻഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡയബറ്റീസ് എസ്സിലാണല്ലോ എൻഡ് ചെയ്യുന്നത്, ഡയബറ്റീസ്. അതേപോലെ കുറച്ച് രോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. മീസിൽസ്, ഓക്കെ, മീസിൽസ്, പിന്നെ മംസ്, ഇതൊക്കെ എന്താണ്? എസ്സിലാണ് അവസാനിപ്പിക്കുന്നത്. മീസിൽസ്, മംസ്, റിക്കറ്റ്സ്, ഓക്കെ, ഇതൊക്കെ എസ്സിലാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ആക്ച്വലി എന്തിലാണ്? പ്ലൂറൽ ഇൻ ഫോം ആണ്. പക്ഷേ മീനിങ്ങിൽ സിംഗുലർ ആണ്. അതുകൊണ്ട് സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, മനസ്സിലായോ? എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിലും ഓക്കെ, പക്ഷേ മീനിങ്ങിൽ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവരുടെ കൂടെയൊക്കെ ആരെ ഉപയോഗിക്കുള്ളൂ? സിംഗുലർ വെർബിനെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഡയബറ്റീസ് അതേപോലെയാണല്ലോ, എസ്സിൽ അവസാനിക്കുന്ന ഒരു ഡിസീസാണ്. അതേപോലെ വേറെയും നൗണുകൾ ഉണ്ട് കേട്ടോ. ഇപ്പം എന്തൊക്കെയാ പറയുക? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതേപോലെ ബില്ലിയാർഡ്സ്, ഇതൊക്കെ എന്താണ്? എസ്സിലാണ് അവസാനിക്കുന്നത്. പക്ഷേ സിംഗുലർ വെർബാണ് ഇതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുക. അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഫിസിക്സ് അല്ലേ, അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഫിസിക്സ് ഉണ്ട്,
സിവിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇതൊക്കെ എസ്സിലാണ് അവസാനിക്കുന്നത്. സാധാരണ പ്ലൂറൽ നൗൺസ് ആണല്ലോ അങ്ങനെ ചെയ്യാറ്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് റൂളായിട്ട് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡയബറ്റിസ് ഇവിടെ ഒരു സിംഗുലർ വെർബാണ് വരേണ്ടത് എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് സിംഗുലർ വെർബ് തപ്പിപ്പോവാം. അപ്പം അഫക്റ്റ് സിംഗുലർ വെർബ് അല്ല, ഹാവ് അഫക്റ്റഡ് അല്ല. പിന്നെ നമുക്കിതാ ഫസ്റ്റ് തന്നെ ഉണ്ട്. ഞാൻ പിന്നെ ബാക്കിയുള്ളത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ്. 8A എഫക്ട്സ് ആണ് വരിക. 8 ഓപ്ഷൻ എ എഫക്ട്സ് ആണ് വരിക. ഓക്കെ. 9ാമത്തത് എ ഗുഡ് മെനി കാൻഡിഡേറ്റ്സ് ഡാഷ് അവൈറ്റിംഗ് ദ എലക്ഷൻ റിസൾട്ട്സ്. എ ഗുഡ് മെനി എന്നുള്ളത് നമുക്ക് നോക്കാം. അതായിരിക്കും നമ്മൾ റൂളിൻ്റെ സംഭവം. എ ഗുഡ് മെനി കഴിഞ്ഞിട്ട് ഒരു പ്ലൂരൽ നൗണാണ് വന്നിട്ടുള്ളത്. അപ്പം എ ഗുഡ് മെനി ഈസ് ഫോളോഡ് ബൈ എ പ്ലൂരൽ നൗണ് പ്ലസ് എന്താണ് ഈ വരിക? പ്ലൂരൽ വെർബാണ് വരേണ്ടത്. പ്ലൂരൽ വെർബ് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ പ്ലൂരൽ വെർബ് ഏതാണ്? ഇതാ 6 അല്ലേ? അതുകൊണ്ട് 9 ഓപ്ഷൻ ബി ആണ് വരിക, 6 ആണ് വരിക. എ ഗുഡ് മെനി കാൻഡിഡേറ്റ്സ് ആർ അവൈറ്റിംഗ് ദ ഇലക്ഷൻ റിസൾട്ട്സ്. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ മെനി എ സ്റ്റുഡൻറ്റ് ഡാഷ് ഡ്രോഡ് ഇൻ ദ ലേക്ക്. അപ്പോൾ മെനി എ സ്റ്റുഡൻറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മെനി എ കഴിഞ്ഞാൽ ഒരു സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് വരിക. മെനി എ കഴിഞ്ഞിട്ട് സിംഗുലർ വെർബല്ലേ വന്നത്? അതെ. അപ്പോൾ എന്താണ് വരുള്ളൂ? സിംഗുലർ വെർബേ വരുള്ളൂ. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബ് എവിടെ? വേറും ആറും ഹാവും ഒക്കെ ഒറ്റയടിക്ക് പോയാൽ നമുക്ക് ഇവിടെ ആകെ ഒരാളേ ഉള്ളൂ. 10ാമത്തത് ഓപ്ഷൻ എ ആണ് വരിക. മെനി എ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി സഹായിച്ചത്. മെനി എ ടേക്സ് എ സിംഗുലർ നൗൺ ആൻഡ് എ സിംഗുലർ വെർബ്. സിംഗുലർ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യൻ ദ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ഡാഷ് ഓൺ ദി ലൊക്കേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനമാണ്. ആൻഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഡയറക്ടർ ആൻഡ് ദി സ്ക്രിപ്റ്റ് റൈറ്റർ എന്നല്ല തന്നത്. എന്താണ്? ആർട്ടിക്കിൾ ഒന്നും ഇല്ല അതിൻ്റെ മുന്നിൽ. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം മക്കളെ? ഒരേ ആളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരാൾ തന്നെയാണ്. അപ്പം നമ്മുടെ ആൻസർ നമ്മൾ ആരെയാണ് തിരയേണ്ടത്? സിംഗുലർ വെർബ്. സിംഗുലർ വെർബിനെയാണ് തിരയേണ്ടത്. ഇവിടെ സിംഗുലർ വെർബ് ആരാണ്? 11C ആണ്. ദ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ഈസ് ഓൺ ദി ലൊക്കേഷൻ. ഓക്കെ. ശരി. ശശിയേട്ടൻ ഭരണിയിലാന്ന് പറഞ്ഞ പോലെ. 12ാമത്തത് ഈച്ച് അവർ ആൻഡ് ഈച്ച് ഡേ ഡാഷ് വാല്യുബിൾ. ഈച്ച് അവർ ആൻഡ് ഈച്ച് ഡേ. അപ്പം ഈച്ച് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈച്ചോ അല്ലെങ്കിൽ എവ്രിയോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ഈച്ചോ എവ്രിയോ നമ്മൾ 2ഓ അതിലധികമോ സിംഗുലർ നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അതൊരു ആൻഡും ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആൻഡും ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരെയാണ് നമ്മൾ എടുക്കുള്ളൂ? സിംഗുലർ വെർബിനെയാണ് എടുക്കുള്ളൂ. അതായത് ഞാൻ ഒന്നും കൂടി പറയാം. ഈച്ച്, എവ്രി ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്തേ നമ്മൾ വരുള്ളൂ? സിംഗുലർ വെർബ് മാത്രമേ വരുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈച്ചും എവരിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗുലർ വെർബ് എടുക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ആൻഡ് ഉപയോഗിച്ച് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. അത് വന്നാലും നമ്മൾ എന്ത് തന്നെ നോക്കിയാൽ മതി? സിംഗുലർ വെർബ് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താലോ? ഈസ് ആണ് വരിക. ഈച്ച് അവർ ആൻഡ് ഈച്ച് ഡേ ഈസ് വാല്യുബിൾ. 13 എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഡാഷ് ഡിജിറ്റലൈസ്ഡ്. അപ്പം എ ലോട്ട് ഓഫ് എന്നാണ് വന്നിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമുക്ക് അടുത്ത റൂള് നോക്കാനായിട്ട് ഉള്ളത്. അപ്പം എ ലോട്ട് ഓഫ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എ ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് വന്നത് ആരാണ്? ഒരു അൺകൗണ്ടബിൾ നൗണാണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അതേപോലെ വാട്ടർ, നോളജ് ഇതൊക്കെ തന്നെ എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ ഈ എ ലോട്ട് ഓഫ്, അതേപോലെ മോസ്റ്റ് ഓഫ്,
ലോട്ട്സ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിന് ശേഷം അൺകൗണ്ടബിൾ ആണ് വരുന്നതെങ്കിൽ, അൺകൗണ്ടബിൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഇൻഫർമേഷൻ, നോളജ്, വാട്ടർ, ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. ഇതാണ് വരുന്നത് എങ്കിൽ സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സിംഗുലർ വെർബാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആരാണ് സിംഗുലർ വെർബായിട്ടുള്ളത്? ഇതെല്ലാം പോയി. ആരേ ഉള്ളൂ? ഹാസ് ബീനേ ഉള്ളൂ. ഹാസ് ബീൻ ആണ് നമ്മുടെ ആൻസർ വരിക. 13 ഓപ്ഷൻ എ ആണ്. എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഡിജിറ്റലൈസ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്? എ ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് വന്നത്. അത് കഴിഞ്ഞാൽ സിംഗുലർ വെർബേ വരുള്ളൂ. അതേസമയം നിങ്ങൾ മനസ്സിലാക്കുക, എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, ലോട്ട്സ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, ഇനഫ് ഓഫ്, അങ്ങനെയുണ്ടല്ലോ. ഇതിന് ശേഷം ഒരു പ്ലൂരൽ കൗണ്ടബിൾ നൗൺ ആണ് വരുന്നത് എങ്കിൽ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക. പ്ലൂരൽ കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ്നോ, ബോയ്സ്നോ, കാൻഡിഡേറ്റ്സ്നോ, അങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ പ്ലൂരൽ കൗണ്ടബിൾ നൗൺ കണ്ടു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. 14 ദ ഫർണിച്ചർ ഡാഷ് ടു ബി പോളിഷ്ഡ് ആസ് ഏർലി ആസ് പോസിബിൾ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഫർണിച്ചർ എന്താണ്? സിംഗുലർ ആണ്, അതും ഒരു അൺകൗണ്ടബിൾ ആണ്. ഫർണിച്ചർ, പിന്നെ മെഷീനറി, സ്റ്റേഷനറി, ഇതൊക്കെ എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബ് ആരാണുള്ളത്? ഹാസേ ഉള്ളൂ അല്ലേ? അതെ, 14 ബി തന്നെയാണ്. ബാക്കിയൊക്കെ പ്ലൂരലാണ്. അപ്പോൾ നമുക്ക് വേഗം എലിമിനേഷൻ ടെക്നിക്കിലൂടെ ആൻസറിലേക്ക് എത്താം കേട്ടോ. 15 ദ ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഡാഷ് പബ്ലിഷ്ഡ്. ദ ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ ആരാണ് നമ്മുടെ സബ്ജക്റ്റ്? ലിസ്റ്റാണ് നമ്മുടെ സബ്ജക്റ്റ്. കാൻഡിഡേറ്റ്സിനെ നമ്മൾ മൈൻഡേ ചെയ്യേണ്ട. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വേഗം എത്താം. നമ്മൾ കാൻഡിഡേറ്റ്സിനെ കണ്ടിട്ട് ആൻസർ ചെയ്യാൻ പോയാൽ തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് ശരിക്കും ഭയങ്കര എളുപ്പമാണ്. നോക്കുമ്പോൾ ഇത് എല്ലാം പ്ലൂരലാണ്. ഇവിടെ ആകെ ഒരാളെ സിംഗുലർ ആയിട്ട് ഇരിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് അല്ലേ? 15 ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് എന്നാണ് വരുന്നത്. അവിടെ ലിസ്റ്റിനാണ് പ്രാധാന്യം. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ ദ പോയറ്റ് ആൻഡ് ദി എഡിറ്റർ ഡാഷ് കം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ആൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് വ്യക്തികളാണോ എന്ന് നോക്കുക. കാരണമാണ് ഈ എഡിറ്ററിൻ്റെ മുന്നിലും ദാ വന്നിട്ടുണ്ട്, പോയറ്റിൻ്റെ മുന്നിലും ദാ ഉണ്ട്. അപ്പോൾ രണ്ടാൾ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പ്ലൂരൽ ആയിട്ടുള്ള ഒരാളെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് സിമ്പിളാണ്. ഇത് സിംഗുലർ, ഇത് സിംഗുലർ, ഇത് സിംഗുലർ, ആകെ ഒരാളെ പ്ലൂരൽ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എവിടേക്ക് എത്തി? ആൻസറിലേക്ക് എത്തി. ഹാവ് ആണ് വരിക. ദ പോയറ്റ് ആൻഡ് ദി എഡിറ്റർ ഹാവ് കം. ഇങ്ങനെ എക്സാമിന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഒട്ടുമിക്ക ചോദ്യങ്ങളും. അത് ഇംഗ്ലീഷിൻ്റെ ഒരു ഉപകാരമാണ്. അത് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് റൂള് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സിംഗുലർ ആണോ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സിംഗുലർ മാത്രം തിരയുക, ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും കേട്ടോ. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. എനിക്ക് അപ്പോഴേ അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ദ കാറ്റിൽ. ഇനി അടുത്ത സംഭവം ഇവിടെ എന്താണ്? കാറ്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാറ്റിൽ ഡാഷ് ഗ്രേസിങ് ഇൻ ദ പാസ്ചർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലത്തെ സാധനം ഇവിടെ ഉണ്ടോ നോക്കി നോക്കിയാലോ നമുക്ക്. ഉണ്ട്, നോക്കി നോക്കൂ. ഹാസ്, ഈസ്, വാസ് ഒക്കെ സിംഗുലർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ 6 മാത്രമേ ഉള്ളൂ ഒരു പ്ലൂരൽ. അതുതന്നെ ആൻസർ വരുന്നത് കേട്ടോ. പക്ഷെ സംഭവം നിങ്ങൾ മനസ്സിലാക്കുക, കാറ്റിൽ, പീപ്പിൾ, അതേപോലെ പോലീസ്, ഡൈസ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതിൻ്റെ കൂടെ എന്തേ വരുള്ളൂ? പ്ലൂരൽ വെർബ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം സിംഗുലർ, എല്ലാം വെട്ടിപ്പോയി. അങ്ങനെ നമ്മൾ ഏതിലേക്ക് എത്തി? 17 ഓപ്ഷൻ ഡിയിലേക്ക് എത്തി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതോടുകൂടി നിർത്തട്ടെ, കാരണം ഇത് 35 മിനിറ്റോളം ആവാനായി. നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. നെയ്തർ മീര നോർ ഹെർ ഫ്രണ്ട്സ് ഡാഷ് ലേസി. അപ്പോൾ നെയ്തർ നോർ നമ്മൾ പഠിച്ചു. എന്ത് നോക്കിയാൽ മതി? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയാൽ മതി. നമ്മളെ മറ്റേ ടെക്നിക്ക് നമ്മളിവിടെ നോക്കിയാലോ, ഈസ്, വാസ്, ഹാസ് എല്ലാം എന്താണ്? സിംഗുലറാണ്. ആകെ ഇവിടെ ഒരാളെ ഒറ്റപ്പെട്ടതുള്ളൂ. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? എപ്പോഴും എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ ഇവിടെ എന്തായാലും അങ്ങനെ എത്താൻ പറ്റി.
18 ആണ് വരിക. കാരണം നോർ കഴിഞ്ഞിട്ട് ഹെർ ഫ്രണ്ട്സ് ആണുള്ളത്. ഫ്രണ്ട്സ് സെക്കൻഡ് സബ്ജക്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇപ്പോൾ ഫ്രണ്ട്സ് പ്ലൂരൽ ആണ്, അതിൻ്റെ കൂടെ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം കുറച്ച് റൂളുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചത് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആൻഡ് ഉപയോഗിച്ച് നമ്മൾ 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അതൊരു കോമ്പിനേഷൻ ആണെങ്കിൽ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടും 2 വ്യക്തിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പ്ലൂരൽ, രണ്ടും ഒരൊറ്റ വ്യക്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ സിംഗുലർ ഉപയോഗിക്കാം. ഇനി ഞാനിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്? കാറ്റിൽ, പീപ്പിള്, പോലീസ്, ഇതൊക്കെ എന്താണ്? കാണുമ്പോൾ സിംഗുലർ ആയിട്ട് തോന്നും, പക്ഷെ അതൊക്കെ പ്ലൂരൽ നൗൺ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പ്ലൂരൽ വെർബാണ് അതിൻ്റെ കൂടെയൊക്കെ പോവുള്ളൂ. അതേപോലെ നമ്മൾ നേരത്തെ ഒരു കാര്യം കൺഫ്യൂഷനുള്ള സാധനം പഠിച്ചത്, ഈ പൈജാമ, സ്പെക്ടക്കിൾസ്, പിന്നെ എന്താ പറയുക, സിസേഴ്സ്, ഷൂസ്, സോക്സ്, അങ്ങനെയൊക്കെ ഇല്ലേ 2 ഭാഗങ്ങളുള്ള സാധനങ്ങളുണ്ടല്ലോ. അതിൻ്റെ കൂടെയൊക്കെ എന്താ ഉപയോഗിക്കുക? പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക. പക്ഷെ മനസ്സിലാക്കുക, അതിൻ്റെ മുന്നിൽ ദ പെയർ ഓഫ് എന്നോ അല്ലെങ്കിൽ എ പെയർ ഓഫ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായി? സിംഗുലർ ആവും. അപ്പോൾ അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? പിന്നെ വേറൊരു റൂൾ പറയുവാണെങ്കിൽ, ഈ എസ്സിൽ അവസാനിക്കുന്ന കുറച്ച് വാക്കുകളില്ലേ, നമ്മൾ നേരത്തെ രോഗങ്ങൾ പഠിച്ചില്ലേ, ഡയബറ്റീസ്, മീസിൽസ്, മംസ്, അതിൻ്റെ കൂടെയൊക്കെ എന്താണ് ഉപയോഗിക്കുക? സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. അതേപോലെ ഫിസിക്സ്, സിവിക്സ്, എക്കണോമിക്സ്, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ഇനി പിന്നെ നമുക്ക് കണക്ഷൻ ഉള്ള സംഭവങ്ങൾ, അതായത് ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, അതിൻ്റെയൊക്കെ കൂടെ അത് ഉപയോഗിച്ച് നമ്മൾ 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആരെയാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ? ഫസ്റ്റ് സബ്ജക്റ്റിനെ മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഓക്കെ. അതേസമയം നെയ്തർ, നോർ, എയ്തർ, ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതൊക്കെ വരുന്ന സമയത്തോ സെക്കൻഡ് സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഒറ്റൊന്നും കൂടി പറയാം. ഈച്ച്, എയ്തർ, എവ്രി വൺ, നെയ്തർ, അതേപോലെ എവ്രി വൺ, സമ്മൺ, നോബഡി, നൺ, വൺ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിംഗുലർ വെർബ് ഉപയോഗിക്കാം കേട്ടോ. സിംഗുലർ വെർബ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് വൺ ഓഫ് ആയിരുന്നു. ഞാനിങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് കേട്ടാൽ മതി കേട്ടോ, ഞാൻ എഴുതുന്നൊന്നും ഇല്ലല്ലോ, സോറി കേട്ടോ, സാരിയില്ല. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. വൺ ഓഫ് വന്നിട്ട് ഒരു പ്ലൂറൽ നൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ എടുക്കാം? വൺ ഓഫ് വന്നിട്ട് ഒരു പ്ലൂറൽ നൗൺ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബിനെ എടുക്കാം. ഓക്കെ. പിന്നെ അതേപോലെ ഇതൊക്കെ ആണെങ്കിലോ, ഈ മണി, അതേപോലെ ക്വാണ്ടിറ്റികൾ ഉണ്ടല്ലോ, ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാലോ സിംഗുലർ വെർബ് ഉപയോഗിക്കാം. സിംഗുലർ വെർബ് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ ഒരു റൂളും കൂടി പറയാം. ഈ എ ലോട്ട് ഓഫ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ തന്നെ കേട്ടോ ഞാൻ പറയുന്നത്, പറയാത്തൊന്നും പറയുന്നില്ല. എ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ സിംഗുലർ വെർബും, അതേസമയം ഇതിൻ്റെ കൂടെ ഒരു പ്ലൂരൽ കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ പ്ലൂരൽ വെർബും ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് എക്സാമ്പിൾ പറഞ്ഞാലേ ഇങ്ങനെ മനസ്സിലാവുള്ളൂ. നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തതാണ്. ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് അതിൻ്റെ ആൻസർ അങ്ങനെ വന്നതെന്ന് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇംഗ്ലീഷ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. എന്നാലും മാക്സിമം ഞാൻ നോക്കാം അടുത്ത ടോപ്പിക്ക് കൂടി കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.